അസ്സലാമു നമസ്കാരം. ഇന്ന് വൈറ്റ് കുക്കീസും ഡാർക്ക് കുക്കീസും ആണ് ചെയ്യുന്നത്. അത് ഓവനിലും ഫ്രൈ പാനിലും ഇത് ചെയ്തെടുക്കാം. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് ഒരു മുട്ടയുടെ മഞ്ഞ ഭാഗം മാത്രം, യോക്ക്, 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചത്, അതൊന്ന് മിക്സാക്കി എടുക്കണം. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വാനില ഷുഗർ ചേർക്കുന്നുണ്ട്. വാനില എസൻസ് ചേർത്ത് കൊടുത്താലും മതി, 1 ടീസ്പൂൺ. ഇതൊന്ന് ക്രീമി പരുവത്തിലൊന്ന് മിക്സാക്കി എടുക്കാം. ഇതിലേക്ക് 80 ml ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുത്താൽ മതി. ഓയിലും ഒന്ന് മിക്സാക്കി എടുക്കണം. ഇനി ഇതിലേക്ക് 1/2 കപ്പും 2 ടേബിൾ സ്പൂണുമാണ് മൈദ ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്, 1/2 ടേബിൾ സ്പൂൺ. ഇത് ചേർത്ത് നല്ലതായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഇത് കൈ കൊണ്ട് കുഴച്ചെടുക്കാം. ചപ്പാത്തിയുടെ പാകത്തിനൊരു മാവായിരിക്കും ഇത് കിട്ടുന്നത്. പെട്ടെന്ന് ഇത് കുഴച്ചെടുക്കാൻ പറ്റുന്നതാണ്. ഇത് കുഴച്ചെടുത്തതിന് ശേഷം 5 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കണം. ഇതൊരു കവറിലാക്കി വെക്കുന്നുണ്ട് 5 മിനിറ്റ്. നടച്ച് വെച്ചാലും മതി. ഇനി ഡാർക്ക് കുക്കീസിനുള്ള ഇൻഗ്രീഡിയൻസ് എടുക്കാം. അതിന് ഒരു മുട്ടയുടെ മഞ്ഞയും, 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചത്, മധുരം കൂടുതൽ വേണ്ടവർക്ക് 2 ടേബിൾ സ്പൂൺ കൂടെ ഒക്കെ ചേർക്കാം. പഞ്ചസാര പൊടിച്ചതേ ചേർക്കാവുള്ളൂ. ഇതിലേക്ക് 80 ml ഓയിൽ, വാനില ഷുഗർ അല്ലെങ്കിൽ വാനില എസൻസ്, കൊക്കോ പൗഡർ 2 ടേബിൾ സ്പൂൺ ചേർക്കണം. ഡാർക്ക് കുക്കീസിന് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർക്കണം. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 കപ്പ് മൈദയും ചേർക്കണം. ചേർത്ത് നല്ലതുപോലെ കുഴച്ചെടുക്കണം. പെട്ടെന്ന് ഇത് കുഴച്ചെടുക്കാം. അതൊന്ന് മാറ്റി വെക്കാം. ആദ്യം കുഴച്ചെടുത്ത വൈറ്റ് കുക്കീസിൻ്റെ മാവെടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കാം. നല്ലതുപോലെ ഇച്ചിരി മൈദപ്പൊടി ഇട്ട് പരത്തിയെടുക്കാം. മാവ് നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കുക. അതുകൊണ്ട് ഒരുപാടിട്ട് കുഴക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി ഇതൊന്ന് പരത്തിയെടുക്കാം. ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ ഇതൊന്ന് പരത്തിയെടുക്കണം. പരത്തി കഴിയുമ്പോൾ സൈഡ്സൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കണം. ഒരു സ്ക്രാപ്പറോ അല്ലെങ്കിൽ കത്തിയോ ഒക്കെ വെച്ച് സൈഡൊന്ന് ക്ലിയർ ആക്കി കൊടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് ചോക്ലേറ്റ് ബാറിൻ്റെ ആകൃതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ ഇത് 8 പീസാക്കിയാണ് കട്ട് ചെയ്യുന്നത്. ഇച്ചിരി കൂടെ ചെറുതാക്കിയാൽ ഇത് 2 പീസും കൂടെ വീതം ഇത് കിട്ടും. 10 പീസാക്കി വേണമെങ്കിൽ ഇത് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് ബാർബിക്യൂവിൻ്റെ ഒരു സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നടുക്ക് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ക്രോസിനും ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പം ചോക്ലേറ്റിൻ്റെ ബാറിൻ്റെ ഒരു ഷേപ്പ് കിട്ടും.
ഇതിങ്ങനെ വെച്ചിട്ട് നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുന്നത് പോലെ പാനിൽ ബേക്ക് ചെയ്തെടുക്കാം. പാനിലാണെങ്കിൽ ഒരു 20 മിനിറ്റ് ടൈം എടുക്കും ബേക്ക് ചെയ്തെടുക്കാനായിട്ട്. ഓവൻ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കണം. ഓവനിലാണെങ്കിൽ ഇത് 15 മിനിറ്റ് മതി പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ ബേക്ക് ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ വൈറ്റ് കുക്കീസിൻ്റെ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഡാർക്ക് കുക്കീസും ഇതുപോലെ തന്നെ പരത്തിയെടുക്കണം. ഇതേ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഡാർക്ക് കുക്കീസും എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഓവനിലേക്ക് മാറ്റാം. ഇത് നല്ല ഒടിഞ്ഞൊടിഞ്ഞ് വരുന്നുണ്ട്, ബിസ്ക്കറ്റ് പോലെ. നല്ല ക്രിസ്പി ആയിട്ടുള്ള കുക്കീസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.